ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കാരണം നമ്മളിതിൻ്റെ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ ഓർഡർ ആക്കുന്ന വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇത് നമ്മൾ ഓർഡർ ആക്കുക, എങ്ങനെയൊക്കെയാണ് ഇത് സംഭവങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെ ഓർഡർ ആക്കാം, അതേപോലെ തന്നെ എന്തൊക്കെ ഓഫർ അതിൽ വരിക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേമാതിരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൻ്റെ കാര്യം പിന്നെ പറയുന്നത് വേണ്ടല്ലോ, അപ്പോൾ മറക്കാതെ അതും ചെയ്യുക. അപ്പോൾ ഇതിൽ മെച്ചം എന്തൊക്കെയാ വെച്ചാൽ നമുക്ക് പമ്പേഴ്സ് ആട്ടെ, അതേമാതിരി നമുക്കിപ്പോൾ അപ്പൂസിന് പമ്പേഴ്സും അതേപോലെ തന്നെ നമുക്ക് ബിസ്ക്കറ്റ്, അതേമാതിരി ഫ്രൂട്ടി, സെവനപ്പ് എല്ലാത്തിനും ഏകദേശം 20-30 റുപ്യ കുറവ്. പമ്പേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ MRP വരുന്നത് 699 റുപ്യൻ്റെ സാധനം നമുക്ക് ഏകദേശം 415 റുപ്യ വരിക. പിന്നെ നമ്മൾ 1000 രൂപേൻ്റെ സാധനം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 425 ഉള്ള റേറ്റ് നമുക്ക് പിന്നെ 355 ആ റേഞ്ചിക്ക് നമുക്ക് പമ്പേഴ്സൊക്കെ എത്തും. അതേപോലെ തന്നെ നമുക്ക് അപ്പോൾ ഓഫറിൽ നമുക്ക് 1 രൂപക്ക് വരെ നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാം. അതായത് നമ്മളെ സാൾട്ട് ഉപ്പിനൊക്കെ ഏകദേശം 12 റുപ്യ റേറ്റ് വരിക. അപ്പോൾ നമ്മൾ 1000 രൂപക്ക് ആകുമ്പോൾ നമുക്കത് 1 രൂപക്ക് കാണും. 1 രൂപ ആ റേഞ്ചിൽ കിട്ടും ചെയ്യും. പിന്നെ എന്താ വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി അത്ര ഇതില്ല. പിന്നെ നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും മെച്ചേക്കാരം. മറ്റേ ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട് തോന്നുന്നുണ്ട്. അന്ന് ഞാൻ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ പിന്നെ സാധനം പെട്ടെന്ന് 2 ദിവസം കൊണ്ട് സാധനം നമ്മളെ അഡ്രസ്സൊക്കെ കറക്റ്റ് വീട്ടിലേക്ക് ലൊക്കേഷനിലെത്തും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ വളവള അടിച്ചാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോക്കാണ് പോവാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി നേരെ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പ് ഉണ്ടോ ഓപ്പൺ ആക്കുക. അപ്പം തന്നെ അപ്പുറത്തുണ്ടാവും ഗ്രോസറി, നമ്മുടെ സ്റ്റേഷനറി സാധനങ്ങൾ മൊത്തം ആ ഭാഗത്തുണ്ടാവുക. അതിൽ പോവുക. എന്നിട്ട് ഞാൻ റീഫ്രഷ് അടിച്ച് നോക്കി. സംഭവം എന്താ വെച്ചാൽ ചെറിയൊരു പാളൽ പാളിക്കണ്. ഓഫറൊന്നും കാണില്ല. ഇന്നെന്താണ് വ്യാഴാഴ്ച ആയിട്ടൊന്നും ഓഫറൊന്നും ഇല്ല തോന്നുന്നുണ്ട്. അപ്പോൾ സാധനം ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. 1 റുപ്യൻ്റെ സാധനം ഒന്നും ഇവിടെ കാണില്ല. ലാസ്റ്റ് ജസ്റ്റ് വെറുതെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ആക്കിയിട്ട് എന്തൊക്കെ റേറ്റ് മാറ്റം ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു മറ്റേ ഓയിലിൻ്റെ വലിയ 5 ലിറ്ററിൻ്റെ ക്യാൻ നമ്മൾ ഓർഡർ ആക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു പമ്പേഴ്സും ജസ്റ്റ് നോക്കിയോട്ടെ ഇങ്ങനെ വരുന്ന വില. അപ്പോൾ പമ്പേഴ്സിന് ഇന്നിപ്പോൾ വില അതിൽ ഓവറായിട്ട് കാണുന്നത് 509 റുപ്യ കാണും. അന്ന് 400 സംതിങ് ആയിട്ട് ഞാൻ ഓർഡർ ആക്കിയപ്പോൾ ഉണ്ടായിരുന്നത്. എന്നിട്ട് അത് 2 ഓർഡർ ആക്കിയപ്പോൾ തന്നെ 957 റുപ്യൻ്റെ സാധനം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഓർഡർ ആക്കി വെച്ചിരിക്കണം. ഇനിയിപ്പോൾ വേറെ എന്താ സാധനം ജസ്റ്റ് ഒന്ന് നോക്കിയോട്ടെ. അതിലിപ്പോൾ വേറെ എന്താ എടുക്കുക, ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയ സാധനങ്ങൾ നമുക്ക് ജസ്റ്റ് കാണാനും അതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് അതിൽ പോയി നോക്കാം. അടിയിൽ ആ ബ്ലൂ ഇത് കണ്ടേ നമ്മൾ മാർക്ക് ചെയ്ത റേറ്റ് കാണുന്ന സ്ഥലം, അവിടെ പോയി നമുക്ക് കറക്റ്റ് കിട്ടും നമ്മൾ എത്ര റുപ്യൻ്റെ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തതിന് കണ്ടോ. നമുക്കവിടെ 509 രൂപയാണ് പമ്പേഴ്സിന് കണ്ടത്. നമ്മളിപ്പോൾ ഓർഡർ ആക്കിയപ്പോൾ 474 റുപ്യ വന്നത്. മറ്റേ സൺഫ്ലവർ ഓയിലിൻ്റെ 500 സംതിങ് വന്നത്. ജസ്റ്റ് നമ്മൾ 2 ഐറ്റം കൂടി അതിക്ക് ആഡ് ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും വില മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ. നമ്മളിതാണ് നമ്മുടെ 2 ചോക്ലേറ്റും ഇതൊക്കെ ഓർഡർ ആക്കി ജസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ 1226 റുപ്യൻ്റെ സാധനം നമ്മൾ ഓർഡർ ആക്കി നോക്കിയിട്ടുണ്ട്. നമ്മളൊരു സോപ്പും മറ്റേതും ഒക്കെ നോക്കിയിട്ടും സംഭവം റേറ്റ് മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ ഗൈസ്. എന്താ അറിയില്ല, ഇന്നത്തെ പോൾട്ട തോന്നുന്നുണ്ട്. ഇപ്പം മൊത്തം 1439 റുപ്യൻ്റെ സാധനം നമ്മളിതാണ് ഇവിടെ ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ കാണാം. ഇതാണ് അവിടെ മേലെ എഴുതി കാണിക്കുന്നത് 2 ദിവസം കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഓർഡർ ആക്കിയത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചത്. അതാണ് ഇതിൻ്റെ ഹിസ്റ്ററി പോയാൽ തന്നെ അറിയാം. ഓർഡറിൽ നോക്കിയിട്ട് നമുക്ക് അന്ന് പമ്പേഴ്സിനായ റേറ്റ് ഞാൻ അതാണ് ഇതിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പമ്പേഴ്സിനായത് 388 രൂപയാണ് അന്ന് നമുക്ക് പമ്പേഴ്സിന് അന്ന് വില ആയിട്ടുള്ളൂ. ആ സാധനം നിങ്ങൾക്ക് ഇതാ റേറ്റ് കൂടിയിട്ടുണ്ട്. ഇതൊക്കെ അന്ന് ഞാൻ ഇതിൻ്റെ മുമ്പ് നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ ചെയ്തത് 468 റുപ്യക്ക് ഞാൻ സാധനം പർച്ചേസ് ചെയ്തത്. അപ്പോൾ